നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആരെങ്കിലും അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ടോ, ഒന്നല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ നിങ്ങൾ മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ആരെങ്കിലും നിങ്ങൾ മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്? നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈ ഒരു സമയത്ത് ആരെങ്കിലും നിങ്ങൾക്ക് മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ടോ? ക്യൂണോവാൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു അടുത്ത സമയത്തായിട്ട് എന്തോ ഒരു നല്ലൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഒരു വിജയം ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചില വ്യക്തികൾക്കൊക്കെ അത് നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തികൾക്കായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ചില വ്യക്തികൾക്കൊക്കെ വളരെയധികം അസൂയ, അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം ഒരു മനസ്സിൽ ദേഷ്യം, ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ അവരെ കയ്യിൽ പിടിച്ച് നടക്കുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ വളരെയധികം കയ്യിൽ പിടിച്ച് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിവിടെ നെഗറ്റീവ് എനർജി കൊണ്ടു തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയുക, അവരെ നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്നും കുറച്ചൊരു ബൗണ്ടറീസ് വെക്കണം എന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ആരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ടോ. വീണ്ടും നമുക്കിവിടെ ഡബിൾ കാർഡാണ് കിട്ടിയേക്കുന്നത്. അതായത് ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏതോ ഒരു ബന്ധത്തിൽ കുടുങ്ങിയതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു വേണ്ടാത്ത ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത്. ആവശ്യമില്ലാത്ത ചില അറ്റാച്ച്മെന്റുകളിൽ നിന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തോട്ട് വരിക എന്നാണ് ഈ ഒരു ഡബിൾ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഏതോ ഒരു ബന്ധത്തിൽ നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു ബന്ധമാണ്. ആ ഒരു ചങ്ങല പൊട്ടിച്ച്, അതായത് ആ ഒരു ചെയിനിൽ നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ ഒരു ചെയിൻ പൊട്ടിച്ച് നിങ്ങൾ പുറത്തോട്ട് വരിക. നിങ്ങൾക്കത് ആവശ്യമില്ലാത്ത ഒരു ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയെ അത് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് യൂണിവേഴ്സ് ഈ ഒരു ഡബിൾ കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ടോ. നമുക്ക് നോക്കാം ആരെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ടോ. വീണ്ടും നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ചീറ്റിംഗ് കാർഡ്, 7 ഓഫ് സോർഡ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഒരു ചീറ്റിംഗ് എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ എവിടെയോ നിങ്ങൾ കുടുങ്ങി കിടക്കുന്നു. ആ ഒരു അതായത് ഡബിൾ കാർഡ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു കാർഡും നമുക്ക് പറഞ്ഞു തരുന്നത്. ആവശ്യമില്ലാത്ത ഏതോ ഒരു സ്ഥലത്ത് നിങ്ങൾ കുടുങ്ങി കിടക്കുന്നു. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഇനി നിൽക്കണ്ട, പതുക്കെ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം അവിടെ നിന്നാൽ നിങ്ങൾക്ക് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തികളുള്ള സ്ഥലത്ത് നിന്നും അതുപോലെ തന്നെ അത്തരത്തിലുള്ള എനർജികളിൽ നിന്നും നിങ്ങൾ പുറത്തോട്ട് വരിക എന്നാണ് ഈ ഒരു 7 ഓഫ് സോർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം ഏതെങ്കിലും വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റേണ്ടതായിട്ടുണ്ടോ, ഏതാണ് ആ ഒരു വ്യക്തി എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. നൈറ്റ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ചില സമയങ്ങളിൽ നിങ്ങളോട് മിണ്ടുന്ന ഒരു വ്യക്തി ആയിരിക്കാം, കുറച്ച് സമയത്തേക്ക് മിണ്ടാതെ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അതായത് ഈ ഒരു വ്യക്തി പെട്ടെന്ന് നിങ്ങളോട് വളരെയധികം അതായത് നല്ല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ തന്ന ഒരു വ്യക്തി ആയിരിക്കാം. അതിനുശേഷം പിന്നീട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പിന്നിലോട്ട് പോകുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു വ്യക്തി നിങ്ങൾ ഓർക്കുക, അത് ആരായിരിക്കും ആ ഒരു വ്യക്തി എന്ന് ചിന്തിക്കുക. ശേഷം ആ ഒരു വ്യക്തിയിൽ നിന്നും പതിയെ നിങ്ങൾ അതായത് അവർക്കായിട്ടൊരു ബൗണ്ടറീസ് വെക്കുക എന്നാണ് നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾ അധികമായിട്ട് ആ ഒരു വ്യക്തിക്ക് എനർജി കൊടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബൗണ്ടറീസ് വെക്കുക എന്നുള്ളൊരു സൂചനയും നമുക്കിവിടെ കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നോക്കാം ആരെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റേണ്ടതായിട്ടുള്ളതെന്ന്. നമുക്കിവിടെ ഹീറോഫന്റിന്റെ എനർജി കൂടി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത്
നിങ്ങൾ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളെ പിന്തുടരുവാനായിട്ട് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ പാരമ്പര്യമായ ചില കാര്യങ്ങളെ പിന്തുടരുക. നിങ്ങൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പിന്തുടരാതെ അതിനെതിരായിട്ട് എന്തൊക്കെയോ പ്രവർത്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥന കുറവാണെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക എന്നും പറയുന്നുണ്ട്. ചില നെഗറ്റീവ് എനർജികൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുവാനായിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു സൂചനയും ഈ ഒരു കാർഡ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ നിങ്ങൾ തന്നെ ഓർക്കുക ആരായിരിക്കും ആ ഒരു വ്യക്തി എന്നുള്ളത്. അപ്പോൾ അവരിൽ നിന്നും ഒരു ബൗണ്ടറീസ് വെച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതായിട്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.